ഹായ് ഗായ്സ്. അപ്പൊ നാട്ടിൽ നിന്ന് ഇന്നലെ എത്തിക്കൊണ്ട് ഗ്രോസറി മേടിക്കാനൊന്നും ആർക്കും സമയം കിട്ടിയില്ല. അപ്പൊ അതാ ഓർത്തപ്പം മുറ്റത്തൊരു മൈന. നമ്മുടെ തോട്ടത്തില് ഞാനല്ല, അനൂപ് നട്ടത് കുറേ തക്കാളി നിൽപ്പുന്നുണ്ട്. തക്കാളി, വലിയ ടൊമാറ്റോ, ചെറിയ ടൊമാറ്റോ ഒക്കെ നിൽപ്പുണ്ട്. അപ്പൊ വീട്ടിൽ ഒണിയൻ ഇരിപ്പുണ്ട്. അത് ഇതുവരെ ചീത്തയില്ല. അപ്പൊ ഒണിയനും തക്കാളിയും കൂടെ ഇട്ട് പണ്ട് എല്ലാ അമ്മമാരും വെക്കുന്ന ഒരു തക്കാളി കറി ഉണ്ടാക്കാന്ന് വെച്ചു. അപ്പൊ മുളകൊന്നും എന്റെ വീട്ടിൽ ഫ്രിഡ്ജില്ല. മുളകും ഇവിടെ ഉണ്ട്. മുളക് കണ്ടോ ഗായ്സ്? കണ്ടോ എന്തൊക്കെയുണ്ട്? തക്കാളിയുണ്ട്, മുളകുണ്ട്, ബീട്രൂട്ട് ഉണ്ട്, ക്യാബേജ് ഉണ്ട്, പിന്നെ ആപ്പിൾ ഉണ്ട്, റാസ്ബെറി ഉണ്ട്, എല്ലാം ഉണ്ട്. ഇന്ന് എല്ലാം കൂടെ കാണിക്കാൻ പറ്റൂല, ഇത്രയും ഇപ്പൊ കാണുമോ. ഇനി വിന്റർ ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം നശിച്ചു പോകും. അത് വേറൊരു കാര്യം. നമ്മൾ തിരിച്ചു വന്നപ്പം സമ്മർ തീരാറായി. അത് വേറൊരു യോഗം. ഇതാണ് ഇവിടുത്തെ ആന തക്കാളി. കണ്ടോ, ഭയങ്കര വലുതാണത്. അയ്യോ, ഇനി ചെറുതും കൂടെ ചുമ്മാ ഇതിന്റെ ഇടയിൽ നിൽപ്പുണ്ട്. ചെറുതും കൂടെ ചുമ്മാ ഞാൻ അങ്ങനെ പറിച്ചെടുക്കാം. അപ്പൊ ഇതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി തക്കാളി കറി വെച്ചിട്ട് കറിയുടെ മാത്രം വീഡിയോ കാണിക്കാം. കുക്കിംഗ് വീഡിയോ കാണിക്കാനുള്ള ആംബിയർ എനിക്കില്ല. നല്ല നാടൻ തക്കാളി വെച്ചുള്ള തക്കാളി കറി റെഡി.